വംശീ വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബപരാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം. ഇവിടെ തൊട്ട് ഉത്തരാർദ്ധം ആരംഭിക്കുകയാണ്. ദശമസ്കന്ധം ഉത്തരാർദ്ധം 50-ാമോധ്യായ 50-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച അസ്തി പ്രാപ്തിശ്ച കംസസ്യ മഹിഷ്യോ വരദർഷഭ മൃതേ ഭർത്തരി ദുഃഖാർത്ഥേ ഈയതു സ്മ പിതൃഗൃഹൻ. ശ്രീ സുബ്രഹ്മർഷി പറയാണ്, പരീക്ഷിതേ, ഹേ ഭരതർഷഭ, കംസസ്യ മഹിഷ്യൗ അസ്ഥി പ്രാപ്തി ച, കംസന്റെ പത്നിമാരായിട്ടുള്ള അസ്ഥിയും പ്രാപ്തിയും ഭർത്തരി മൃതേ, തങ്ങളുടെ ഭർത്താവ് മരിച്ച സമയത്ത് ദുഃഖാർത്ഥേ ദുഃഖിച്ച അവശകളായിട്ട് പിതു ഗൃഹാൻ ഈയതുസ്മ, അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയുണ്ടായി എന്നാണ്. ഇവരുടെ അച്ഛൻ ജരാസന്ധനാണ്. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയം ചക്രതുസർവം ആത്മവൈധവ്യകാരണം. അങ്ങനെ ദുഃഖിതേ, ദുഃഖിതരായിട്ടുള്ള അവർ രണ്ടുപേരും പിത്രേ മഗധരാജായ, തങ്ങളുടെ അച്ഛനായിട്ടുള്ള മഗധരാജാവായിട്ടുള്ള ജരാസന്ധനോട് ആത്മവൈധവ്യ കാരണം സർവം, തങ്ങൾക്കിങ്ങനെ ഈ വൈദവ്യം വന്നുപെട്ടതിൻ്റെ കാരണം മുഴുവനും വേദയാൻ ചക്രു വഴി പോലെ പറഞ്ഞറിയിച്ചു. സ തദപ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവിം മഹിം കർത്തും ചക്രേ പരമമുദ്യമം. ഈ ജരാസന്ധന് ഇതൊന്നും അറിയായല്ല എങ്കിലും ആ തങ്ങളുടെ മക്കൾ കൂടി വന്നിട്ട് തങ്ങളുടെ വൈധവ്യത്തിന് കാരണം പറഞ്ഞുകൊണ്ട് ആ കംസൻ്റെതും അതുമാതിരി കൃഷ്ണനും രാമനും വന്ന് കാണിച്ചുള്ള ആ പരാക്രമങ്ങളും എല്ലാം അവിടെ വിസ്തരിച്ച് പറഞ്ഞു എന്നർത്ഥം. അതിന് ശേഷം അവർ ഉഗ്രസേന രാജാവായി വാഴിച്ചതും യാദവന്മാരെല്ലാം തിരിച്ചു വന്നതും ഇങ്ങനെ ഇതൊക്കെ അപ്രിയമായിട്ടുള്ളതാണ് ഈ ജരാസന്ധന്. അതാണ് അത് അപ്രിയമാകർണ്യ, ആ ഇങ്ങനെയുള്ള ഈ അപ്രിയങ്ങളെല്ലാം കേട്ട് സഹിക്കാനാവാണ്ട് ശോക ആമർഷയുതോ, ആ ശോകം വന്നു ദുഃഖമുണ്ട്, ഒപ്പം തന്നെ ദേഷ്യം വന്നിട്ടുള്ള ആ ജരാസന്ധൻ അയാദവിം മഹിം കർത്തും ചക്രേ പരമമുദ്യമം, ഈ ഭൂമിയെ യാദവന്മാരില്ലാത്തവരായി തീർക്കുക. അതാണ് അയാദവിം കർത്തും പരമം ഉദ്യമം ചക്ര, അതിനു വേണ്ടിയിട്ടുള്ള അങ്ങേറ്റത്തെ പരിശ്രമം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. അക്ഷോഹിണീഭിർവിംശത്യാ തിസൃഭിശ്ചാവി സംവൃത യദുരാജധാനിം മധുരം ഞരുണൽ സർവതോദിശം. ആ ജരാസന്ധൻ എന്ത് ചെയ്തു? അക്ഷോഭിണീഭിർ വിംശത്യാ തിസൃഭിശ്ചാവി, അതായത് 23 അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ട് പുറപ്പെട്ടിട്ട് ആ യാദവരുടെ രാജധാനി സ്ഥിതി ചെയ്യുന്ന മധുരയെ ചുറ്റുഭാഗത്തുനിന്ന് അങ്ങോട്ട് ഉപരോധിച്ചു. നിരീക്ഷതദ്ബലം കൃഷ്ണ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം ചിന്തയാമാസ ഭഗവാൻ ഹരി കാരണമാനുഷ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. ഇങ്ങനെ ഉദ്വേലമിവ, അതിരുകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് തന്നെ കരകിലേക്ക് സമുദ്രം അങ്ങനെ കയറി വരില്ല, അതുമാതിരിയുള്ള അത്ര മഹത്തായിട്ടുള്ള ബലത്തോടു കൂടിയിട്ട് തങ്ങളുടെ ആ മധുരാപുരി ഈ മഗധരാജാവും അങ്ങോട്ട് വന്ന് വളഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആ ഭഗവാൻ ചിന്തിച്ചു. കാരണം അതായത് ഒരു ഭൂമിയിലെ ഭാരം നശിപ്പിക്കണം എന്നുള്ള ആ കാരണത്തിൽ അവതാരെടുത്ത ആളാണ് ഈ ഭഗവാൻ. അദ്ദേഹം ആ ദേശത്തിനും കാലത്തിനും അനുയോജിച്ച് ഇനിയിപ്പോൾ എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. ഹനിഷ്യാമി വനം ഹേതൽ ഭുവി ഭാരം സമാഹിതം മാഗധേന സമാനീതം വശ്യാനാം സർവഭൂപുരാം അക്ഷോഹിണീഭി സംഖ്യാതം ഭടാശ്വരത കുഞ്ജരൈ
മാഗതസ്തു നഹന്തവ്യോ ഭൂയ കർത്താബലോദ്യമം. എന്താ ഭഗവാൻ ചിന്തിച്ചത്? തൻ്റെ അവതാരോദ്ദേശം എന്താണ്? ഭൂമിയിലെ ഭാരത്തിനെ നശിപ്പിക്കുക. അതായത് ദുഷ്ടരാജാക്കന്മാരുടെ ആ ഭാരം ഉണ്ടല്ലോ, അവരെയൊക്കെ കൊന്നൊടുക്കണം. അപ്പം എന്ത് വേണം? ഈ മഗധരാജാവായുള്ള ജരാസന്ധന് സ്വാധീനത്തിനുള്ള അനവധി രാജാക്കന്മാരുണ്ട്. അവരുടേതായിട്ടുള്ള ചതുരംഗ സേന ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ അക്ഷൗഹിണി കണക്കിനാണ് ശേഖരിച്ചു കൊണ്ട് വരുന്നത്. ഇവരെ എല്ലാവരെയും അങ്ങോട്ട് വധിക്കാം. പക്ഷേ എന്നിട്ടോ മാഗതസ്തു നഹന്തവ്യോ, പക്ഷേ ആ ജരാസന്ധനെ വധിക്കാനും പാടില്ല. കാരണം ഇവൻ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും തോറ്റ് അവനെ കൊല്ലാണ്ട് വിട്ടു ചാവുമ്പോൾ വീണ്ടും പോയിട്ട് അത്ര തന്നെ അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ട് വീണ്ടും വരും. അപ്പോൾ അവരെയും വധിക്കുക. അങ്ങനെ തൻ്റെ അവതാരോദ്ദേശം നടക്കുന്നതാണ് ഭഗവാൻ ചിന്തിച്ചത്. ഏതദർത്ഥോപതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനം കൃതന്വേഷം വധായ ച. കാരണം ഈ ഒരു അർത്ഥത്തിനാണ് താൻ അവതാരത്തിലുള്ളതാണ്. ഭൂമിയുടെ ഹാരം നശിപ്പിക്കണം. അതുമാത്രം എങ്ങനെയാണ്? സത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണവും അതുമാതിരി അസത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ വധവും അതിനു വേണ്ടിയിട്ട്. എന്നിട്ടോ അന്യോപി ധർമ്മരക്ഷായൈ ദേഹ സംഭ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവതക്വചിൽ. ഇങ്ങനെ ഓരോരോ അവസരങ്ങളിൽ താൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആ ശക്തിയേറി വരുന്ന പ്രഭവത അധർമ്മസ്യ വിരാമായ, ശക്തിയേറി വരുന്ന അധർമ്മത്തിൻ്റെ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും പലതവണ ഇങ്ങനെ താൻ ശരീരം എടുത്ത് ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭഗവാൻ ചിന്തിക്കുകയാണ്. ഏവം ധ്യായതി ഗോവിന്ദ ആകാശൽ സൂര്യവർച്ചസൗ രഥാവുപസ്ഥിതൗ സദ്യ സസൂതൗ സപരിച്ഛദൗ. ഇപ്രകാരം ഗോവിന്ദേ ധ്യായതി സതി, ഇങ്ങനെ ഭഗവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സദ്യ പെട്ടെന്ന് ആകാശാൽ സൂര്യവർച്ചസൗ സസൂതൗ സപരിച്ഛദൗ രഥൗ ഉപദിസ്തു. പെട്ടെന്ന് രണ്ട് തേരുകൾ അങ്ങോട്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ആകാശത്ത് നിന്ന് വന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയാണ് വന്ന് നിന്ന് പറയുകയാണ്. എങ്ങനെയാണെന്നല്ല, സൂര്യനെ പോലെ ശോഭമുള്ളവയാണ് രണ്ടും. ഓരോന്നിലും സാരഥിമാരുണ്ട്. അതിനുള്ള ഉപകരണങ്ങൾ, തേരിന് വേണ്ട എല്ലാ സപരിച്ഛ ഉപകരണങ്ങളെല്ലാം ആ തേരിലുണ്ട്. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഋഷികേശ സംഘർഷണമതബ്രവീൽ. ആ യദൃച്ഛയാ പുരാണാനി ദിവ്യാനി താനി ആയുധാനി ച. ആ തേരിലെങ്ങനെയാണ് യാദൃച്ഛികമായിട്ട് പണ്ട് തന്നെയുള്ള വളരെ ദിവ്യത്വമുള്ള ശ്രേഷ്ഠമായുള്ള ആയുധങ്ങളൊക്കെ കണ്ടിട്ട് രണ്ട് തേരിലും ഭഗവാന്റെ ആദ്യകാലം എന്നുള്ള എല്ലാ ആയുധങ്ങളും ഒക്കെ അതിലുണ്ട്. വേണ്ട സമയത്ത് ദിവ്യ അസ്ത്രങ്ങളൊക്കെ അതിലുണ്ട്. അത് കണ്ടിട്ട് ഭഗവാൻ ഋഷികേശൻ സംഘർഷണം അബ്രവീ ബലരാമനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച പശ്യാല്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷതേ രഥ ആയാതോ ദൈതാന്യായുധാനി ച. ഹേ പ്രഭോ, ആര്യ അല്ലയോ ഏറ്റവും ആര്യനായിട്ടുള്ള ജ്യേഷ്ഠ എന്നാണ് വിളിക്കണത് ഭഗവാൻ ബലരാമനെ. ത്വാവതാം യദൂന, അങ്ങ് രക്ഷകനായിട്ടുള്ള ഈ യാദവന്മാർക്ക് പ്രാപ്തം വ്യസനം വന്നു ചേർന്നുള്ള ഈ ആപത്തിനെ കണ്ടാലും എന്താണ്, ചുറ്റും വലിയ മഗധന്റെ സേനാനികൾ വന്നിട്ട് അങ്ങനെ ചുറ്റും ഇതായിരിക്കണേ, എന്താണ് ആ മധുരാപുരിയെ മുഴുവൻ അങ്ങോട്ട് വളഞ്ഞിരിക്കണു. തേരഥ ഏഷ ആയാത, ഇതാ അങ്ങയുടെ തേരിത് അവിടെ വന്നിട്ടുണ്ട്. ദൈതാനി ആയുധാനി, അങ്ങയ്ക്ക് പ്രിയപ്പെട്ട ആയുധങ്ങൾ എന്താ അവിടെ വന്നിട്ടുണ്ട്. യാനമാസ്തായ ജഖ്യേതൽ വ്യസനൽ സ്വൻ സമുദ്ര ഏതദർത്ഥം ഈ നൗജന്മ സാധൂനാം ഈശർമ്മകൾ. അതുകൊണ്ട് ഹേ ഈശ എന്ന് വിളിക്കുകയാണ് ബലരാമനെ. യാനം മാസ്തായ അങ്ങ് തേരിൽ ഈ തേരിലങ്ങോട്ട് കയറിയിട്ട് ഏതൽ ജഹി, ഇവരെയൊക്കെ നശിപ്പിച്ചാലും സ്വാൻ വ്യസനാൽ സമുദ്ര, നമ്മുടെ സ്വന്തക്കാരെ ദുഃഖത്തിൽ നിന്ന് കരയേറ്റിയാലും സാധൂനാം ശർമ്മകൾ, സജ്ജനങ്ങൾക്ക് ശാന്തിയേകാനുതകുന്ന നമ്മൾ രണ്ടുപേരുടെയും ഈ അവതാരം ഏതദഹിം ഹി, ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ രണ്ടുപേരും അവതാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നോക്കുക, യുദ്ധത്തിന് പുറപ്പെടുക, ഇവരെ രക്ഷിക്കാൻ പുറപ്പെടുക എന്ന് പറയാണ് ഭഗവാൻ ബലരാമനോട്. ഹിംസ എന്നുള്ളത് ഒരു അവതാരത്തിൻ്റെ ലക്ഷ്യമല്ല, പക്ഷേ സജ്ജനങ്ങൾക്ക് സംരക്ഷണമേകാൻ വേണ്ടിയിട്ടുള്ള ശത്രു സംഹാരം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഹിംസ ചെയ്യുന്നത് എന്നാണ് ഭഗവാന്റെ ഉദ്ദേശം പറയുന്നത്, എൻ്റെ ഭാവം.
ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിനൗ രതിനൗ പുരൽ നിർജഗ്മതുർ സ്വായുധാഢ്യൗ ബലേനാത്മീയസാവൃതൗ ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥി. ഇങ്ങനെ ഈ രണ്ടുപേരും ദാശാർഹന്റെ വംശജരായിട്ടുള്ള രാമകൃഷ്ണന്മാര് ത്രയോവിംശത്യനീക 23 അനീകങ്ങളായിട്ടുള്ള ഈ അതാണ് അക്ഷൗഹിണി സൈന്യം അടങ്ങുന്നതായിട്ടുള്ള ഈ ഭൂമേ ഭാരം അപാപുരു ഏവം ഈ ഭൂമിയുടെ ഭാരത്തെ നീക്കിക്കളയുക എന്ന് തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് സമ്മന്ത്ര്യ ദംശിനൗ സ്വായുധാഢ്യൗ രഥിനൗ കവചങ്ങളൊക്കെ അണിഞ്ഞ് ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് തേരിലാണ് കയറിയിട്ട് അൽപീയസാബലേന തങ്ങളുടെ ചുരുങ്ങിയുള്ളൊരു സൈന്യം യാദവ സൈന്യത്തിനെയും കൂട്ടിയിട്ട് ആവൃതവും ചുറ്റപ്പെട്ടവരായിട്ട് പുരാൽ നിർജഗ്മതു ആ മധുരാപുരിയിൽ നിന്നാണ് പുറത്തേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ. ദാരുകനാകുന്ന സാരഥിയോട് കൂടിയിട്ടുള്ള ഭഗവാൻ വിനിർകൃത്യ പുറത്തിറങ്ങിയിട്ട് ശംഖം തന്നു തൻ്റെ പാഞ്ചജന്യം എന്നുള്ള ആ ശംഖാണ് വിളിച്ചു. തതോ ഭുൽ പരസൈന്യാനം ഹൃദി വിത്രാസവേബതു താവാഹമാഗതോ വിഖ്യ ഹേ കൃഷ്ണ പുരുഷാധമാ നത്വയായോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ മയോത്സ്യേ യാഹി ബന്ധുഹൻ തവ രാമ യതി ശ്രദ്ധ യുദ്ധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാ മച്ഛരൈച്ഛിന്നം ദേഹം സ്വയാഹി മാം ജഹി. അങ്ങനെ ഭഗവാന്റെ പാഞ്ചജന്യധ്വനിയായിട്ട് കേട്ടപ്പോൾ തതോ പരസൈന്യാനം ഹൃതി വിത്രാസവേവ് ശത്രുസൈന്യങ്ങൾക്കിടയിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പേടിയുണ്ടായി എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ആ ജരാസന്ധൻ ആ രാമകൃഷ്ണന്മാരെയാണ് കണ്ടിട്ട് കൃഷ്ണനെയാണ് ആദ്യം ശ്രദ്ധിച്ചത്. പുരുഷാധമാ എന്നാണ് ഭഗവാനെ വിളിക്കണത്. അതായത് നോക്കൂ, മനുഷ്യരിൽ അധമനായവനാണ് നീയേ, ഒരു കേവലം ബാലനാണ്, നിന്നോടൊന്നും ഞാൻ യുദ്ധത്തിനില്ല വേറെ പറയാ, അതെനിക്ക് നാണക്കടാണ് പറയാണ്. ഇത്രയും നാളെ ഒളിവിൽ കഴിഞ്ഞു എവിടേക്കോ, അതിനുശേഷം ഇതാ പുറത്ത് വന്നിട്ട് തൻ്റെ സ്വന്തം അമ്മാമനെ തന്നെ നിഗ്രഹിച്ചുള്ള ഈ ബുദ്ധിഹീനായിട്ടുള്ള നീയുണ്ടല്ലോ, നിന്നോട് എന്നാ യോത്സ്യേ യാഹി ബന്ധുക്കളെ ഇങ്ങനെ കൊല്ലുന്ന നിന്നോട് ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറയാണ്. തവ രാമ ഇനി ബലരാമ നനക്ക് താല്പര്യമുണ്ട് വെച്ചാൽ ധൈര്യം അവലംബിച്ചിടുതാ എനിക്കെതിരായിട്ട് യുദ്ധത്തിന് വന്നോളൂ എന്ന് പറയുകയാണ്. ഒന്നില്ലെങ്കിൽ ഹിത്വാവാ മച്ഛരൈച്ഛിന്നം ദേഹം സ്വറിയാഹി മഞ്ജഹി, എൻ്റെ അസ്ത്രങ്ങളാൽ ശരീരമൊക്കെ പലർന്നിട്ട് വീരസ്വർഗം പ്രാപിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെച്ചാൽ കഴിവുണ്ടെച്ചാൽ എന്നെ കൊല്ലും ചെയ്തോ. ബലരാമനോടാണ് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള പുറപ്പാട് ജരാസന്ധൻ. ശ്രീഭഗവാനുവാച നവൈ ശൂരാവിഗന്ധന്തേ ദർശയന്തേവ പൗരുഷം ന ഗൃണീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷത. അപ്പൊ ഭഗവാൻ മറുപടി പറഞ്ഞു, എന്താണ്? മഗധരാജാവേ, ആ ശൂരന്മാരിങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ വലിയ വീരവാദം മുഴക്കൊന്നുമല്ല ചെയ്യുക, അവനവൻ്റെ ആ പരാക്രമ പ്രവൃത്തിയിലാണ് കാണിക്കുക ചെയ്യാറ്. ആശ്വസുരനായിട്ടുള്ള കംസൻ നിഗ്രഹിച്ചിട്ട് സമയത്ത് പുത്രിമാർ വിധവകളായതുകൊണ്ട് ദുഃഖിക്കുന്നവൻ അതിന് പ്രതികാരത്തിന് വരണം, അതിലെ മരണത്തെ പോലും നേരിടാൻ തയ്യാറെടുത്ത് വരുന്നുള്ള വാക്കുകളുണ്ടല്ലോ, ഞങ്ങൾ അത്രയൊന്നും ഗൗനിക്കാറില്ല എന്ന്. എന്താണ് ആ മുമൂർഷത, മരിക്കാൻ പുറപ്പെട്ട് നിൽക്കുന്ന ഒരാളില്ലേ, ഓരോന്നിങ്ങനെ പുലമ്പില്ലേ, അത് മാതിരിയല്ലോ അങ്ങയുടെ ഈ പുലമ്പല ഞങ്ങളതിനെ ഗൗനിക്കണില്ല എന്ന് പറയാണ് ഭഗവാൻ. ശ്രീശുകോവാച ജരാസുതസ്താവഭിസൃത്യമാധവോ മഹാബലൗഘേന ബലീയസാവൃണോൽ സസൈന്യയാനധ്വജവാഹി സാരഥി സൂര്യാനലൗ വായുരിവഭ്രരേണുഭീ. അതിനുശേഷം ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, ജരാസന്ധനാകട്ടെ സൈന്യ യാന ധ്വജവാജി സാരഥി, തൻ്റെ സൈന്യത്തോടും വാഹനങ്ങളോടും കൊടിക്കൂറകളോടും കുതിരകളോടും സാരഥിമാരോടും കൂടിയിട്ടുള്ള ആ മാധവന്മാരെ ബലീയസ മഹാബലവ് വമ്പിച്ച സൈന്യ സമൂഹത്തോടു കൂടി അവരെ അങ്ങോട്ട് നേരിട്ടിട്ട് അഭ്രരേണുഭി വായു സൂര്യാനലൗ ഇവ ആവൃണൗലു. എങ്ങനെയാണ് ഈ മേഘം പൊടിപടലം ഈ കൊണ്ട് കാറ്റ് ഈ സൂര്യനെ തീജ്വാലകളെയൊക്കെ മറക്കണില്ലേ, അതുമാതിരി ജരാസന്ധൻ്റെ സൈന്യം വന്നിട്ട് രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് മറച്ചു പറയുകയാണ്, ചുറ്റും അങ്ങോട്ട് വളഞ്ഞിട്ട്.
അപ്പോഴേക്കും സുവർണതാലധ്വജനിതൗരഥാ വരക്ഷയന്ത്യോ ഹരിരാമയോർമൃതേ സ്ത്രിയപുരാട്ടാളകർമ്മ്യ ഗോപുരം സമാശ്രിത സമ്മുമുഹു ശുചാർദ്ദിത. ഇപ്രകാരം രാമകൃഷ്ണന്മാർ, അതാണ് സുവർണ താലധ്വജ ചിഹ്നിതൗ. ആ താലധ്വജനാണ് ബലരാമൻ. അതായത് അദ്ദേഹത്തിൻ്റെ കൊടിയടയാളം താലം, അതിലെ പനിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സുവർണൻ ഗരുഡനാണ്. അപ്പോൾ താലധ്വജൻ എന്നും സുവർണധ്വജൻ എന്നും പറഞ്ഞാൽ രാമകൃഷ്ണന്മാർ അവർ രണ്ടുപേരും കൂടിയിട്ട് തങ്ങളുടെ തേരിലങ്ങനെ കയറിയിട്ട് ചുറ്റും ഇവരാൽ ജരാസന്ധൻ്റെ സേനയും കൂടെയാണ് വളഞ്ഞിട്ട് രാമകൃഷ്ണന്മാരുടെ തേരിൻ്റെ കൊടിക്കൂറ കൂടും കാണാത്ത മാതിരി അത്രയും ഇങ്ങോട്ട് സേനയിലങ്ങോട്ട് വളഞ്ഞപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഓരോ പുരങ്ങളുടെയൊക്കെ മുകളിലങ്ങനെ കയറി അർമ്മ്യങ്ങളുടെയൊക്കെ ഗോപുരത്തിൽ കയറി നിന്നുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും പരിഭ്രമിച്ചു മോഹാത്സ്യപ്പെട്ടു എന്ന് പറയുകയാണ് ഭഗവാനെയും ബലരാമനെയും കാണാഞ്ഞിട്ടേ. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, മേഘവും പൊടിപടലവും ഒക്കെ വന്നുള്ള മറവ് കേവലം നൈമിഷികമാണ്. അതുമാതിരി കാറ്റ് വന്ന് ഇതാണ് മറക്കില്ലേ സൂര്യനെ, അതുമാതിരി നിഷ്പ്രയാസം ഭഗവാനൊക്കെ പുറത്തു വരുന്നതാണ് ആദ്യത്തെ ഉപമയുടെ സൂചന. ഹരിപരാനീകവയോമുജമ്മുഹു ശിരീമുഖാത്യുൽബണവർഷവീളിതം സ്വസൈന്യമാലുക്യ സുരാസുരാർച്ചിതം പൂജയൻ ശാർംഗശരാസനോത്തമം. സ്വസൈന്യം പരാനീകവയോർമുജാം, അതായത് തൻ്റെ സൈന്യത്തെ ശത്രു സൈന്യമാകുന്ന മഴമേഘങ്ങളുടെ തുടരെയുള്ള മുഖു ശിലീമുഖ അത്യുൽബണ വർഷപീഡിതം അസ്ത്രങ്ങളുടെ പേമാരിയാൽ അങ്ങനെ വലഞ്ഞതായിട്ട് കണ്ടിട്ട് ആലോക്യ ഹരി ഭഗവാൻ സുരാസുരാർച്ച ദേവന്മാരാലും അസുരന്മാരാലും പൂജിക്കപ്പെടുന്ന ശാർംഗശരാസനോത്തമ ശാർംഗം എന്ന് പേരിട്ടായിട്ടുള്ള തൻ്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വില്ലിനെ അങ്ങോട്ട് കൊലച്ച് ഞാനങ്ങോട്ട് കെട്ടി വിസ്ഫൂർജയൽ ഗൃണ്ണൻ നിരങ്കാതസന്തതച്ചരൻ വികൃഷ്യമുഞ്ചൻ ശിവബാണഭൂകൻ നികൃതൻ കുഞ്ജരവാജിപത്തിൻ നിരന്തരം യദ്വതചക്രം. പിന്നെ നിഷ്പ്രയാസം നിഷങ്കാൽ ശരാൻ ഗൃണ്ണൻ ആവനാഴിന്ന് അങ്ങനെ അമ്പുകളിങ്ങനെ വലിച്ചതിനെടുത്ത് അതങ്ങനെ തൊടുക്കുന്നവനായിട്ട് വികൃഷ്യ ആഞ്ഞ് വലിച്ച് ശിതബാണഭു അത്യന്തം മൂർച്ചയുള്ള അസ്ത്രസമൂഹത്തെ അങ്ങനെ നിരന്തരം ഇടയൊഴിയാണ്ടങ്ങനെ മുഞ്ചൻ പ്രയോഗിച്ചുകൊണ്ട് അലാതചക്രം ഒരു ചൊറ്റുന്ന തീക്കൊള്ളി പോലെ യദ്വൽ ഏത് പ്രകാരമോ അപ്രകാരം രഥാൻ കുഞ്ചരവാജിപത്തീൻ തേരുകളെയും ആനകളെയും കുതിരകളെയും കാലാളും ഇവയൊക്കെ നിൽക്കാൻ അവനെ ഇങ്ങനെ കൊന്നുകൊണ്ട് ഇങ്ങനെ കാണപ്പെട്ടു വന്നു. ഭഗവാൻ അങ്ങനെ ആ സേനയിൽ അങ്ങനെ ചരിക്കുന്നത് കണ്ടാലേ ഒരു തീക്കൊള്ളി കൊണ്ട് ഇങ്ങനെ ചുറ്റി വട്ടം ചുറ്റിട്ടുണ്ടാവില്ലേ, എല്ലാ ദിക്കിലും ഉണ്ടെന്ന് തോന്നില്ലേ. അതുമാതിരി എല്ലാ ദിക്കിലും ഭഗവാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തൻ്റെ ശാർഗം എന്നുള്ള വില്ലിൽ അങ്ങനെ തൊടുത്തു വിടുന്ന ഇടവിടാണ്ട് തൊടുത്തു വിടുന്ന ശരങ്ങളെ കൊണ്ട് ശത്രുസൈന്യം മുഴുവൻ അങ്ങോട്ട് ബാധിച്ചു എന്ന് പറയുകയാണ്. ഇവിടെയൊക്കെ ഹരി എന്നാണ് പ്രയോഗം. അതായത് തൻ്റെ സൽസ്വരൂപം ദൃശ്യമാക്കി സിംഹത്തെ പോലെ പരാക്രമം കഴിച്ചു എന്നൊക്കെ വേണച്ചക്ക അർത്ഥമാക്കാം. നിർഭിന്ന കുംഭ കരിണോ നിവേദുർ അനേകശോശ്വ ശരവൃഗ്നഗന്ധര രഥാഹതാശ്വധ്വജസൂതനായക പദാതയൽ ചിന്നഭുജോരുഗന്ധര. എങ്ങനെയാണ് ആ ആനകളെ കരിണ നിർഭിന്ന അവരെ പിളർക്കപ്പെട്ട മസ്തകങ്ങളോട് കൂടിയിട്ടുള്ള ആനകൾ, അശ്വ ശരവൃഗ്ന ഗന്ധര അസ്ത്രങ്ങളാൽ അങ്ങനെ അർക്കപ്പെട്ട കഴുത്തോടു കൂടിയുള്ള കുതിരകൾ, രഥ തേരുകൾ എങ്ങനെയാണ് അത് അശ്വധ്വജ സൂതനായക കുതിരയുടെ അണിക്കപ്പെട്ട കുതിര, കൊടിക്കൂറ, സാരഥി, തേരിലെ യോദ്ധാവ്, ഇങ്ങനെയുള്ള തേരുകൾ അവരൊക്കെ നശിക്കുക. എല്ലാവരും നശിച്ചുള്ള തേരിലുള്ള എല്ലാവരും കഴിഞ്ഞ് മരിച്ചു പോയിരിക്കണു. പിന്നെയോ പതാതയ കാലാൽപ്പടയാണ് വെച്ചാലോ ചിന്നഭുജോരു ഗന്ധര, ചിലരുടെ കഴുത്ത് പോയിട്ടുണ്ട്, ചിലരുടെ കാല് പോയിട്ടുണ്ട്, ചിലരുടെ തൊട പോയിട്ടുണ്ട്. അങ്ങനെ അനേകശ നിവേത് കണക്കില്ല അത്ര അങ്ങനെ ഭൂമിയിലെങ്ങനെ വീഴാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. സംഛിദ്യമാന ദ്വിപദേ ഭവാജിനാമംഗപ്രസൂത ശതശോസൃഗാപഗ ഉജാഹയ പൂരുഷശീർഷകച്ഛവാ ഹതദ്വിപദ്വീവ ഹയഗ്രഹാകുല. ഇനി ഒന്ന് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആ ജരാസന്ധൻ്റെ സൈന്യമാകുന്ന സമുദ്രത്തിൻ്റെ നാശം അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. എന്താണ് സഞ്ചിദ്യമാന ദ്വിപദ ഇവ വാജിന, അങ്ങനെ മുറിക്കപ്പെട്ടുള്ള ഈ കാലാൽ സൈന്യം, ആന, കുതിര ഇവയുടെയൊക്കെ ശരീരങ്ങളിൽ നിന്ന് ഉണ്ടായ അംഗപ്രസൂത ശതശ ആസൃക്
അപ്പോൾ അവരുടെയൊക്കെ ശരീരത്തിന് അങ്ങനെ ഉണ്ടാകുന്ന ആ ചോരപ്പുഴകളുണ്ടല്ലോ, അതുമാതിരി ആ ചോരപ്പുഴകൾ എങ്ങനെയാണ് ഭുജാഹയ, ഭുജങ്ങളാകുന്ന പാമ്പുകളുണ്ടാകും. പുഴയിൽ ഇങ്ങനെ പാമ്പുകൾ ഉണ്ടാവുമല്ലോ, അത് ഇവരെ ഒഴുകുന്ന കൈകളാണ്. പുരുഷ ശീർഷ കച്ചവ, ആ സൈനികന്മാരുടെ ശിരസുകളാകുന്ന ആനകൾ, അതിലെ ആമകൾ. ഹതദ്വിപദ്വീപ ഹയഗ്രഹ ആകുല, ഹനിക്കപ്പെട്ട ആനകളാകുന്ന ദ്വീപുകൾ അവിടെ ഇവിടേക്കുണ്ട്. കുതിരകളാകുന്ന മുതലകൾ, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയായിട്ട് രണ്ട് കാലിലതായുള്ള കാലാൾപ്പടകൾ, അതുള്ള മത്സ്യങ്ങൾ, കരോരുമീന നരകേശ ശൈവല ധനുസ്തരംഗായുധ ഗുൽമസങ്കുല അച്ചൂളരീക ആവർത്തഭയാനക മഹാ മണിപ്രവേഗാഭരണാശ്മശർക്കര. അച്ചൂരിക ആവർത്ത ഭയാനക, അച്ചൂരിക ആവർത്ത ഭയാനക. അതായത് പിന്നെ ആ നദികളെ വർണ്ണിക്കുകയാണ് ഈ ചോരപ്പുഴകളെ. കര ഊരുമീന, കൈകളും ഈ കാലാളുള്ള ആൾക്കാരുടെ കൈകളും തുടകളൊക്കെ ആയിരുന്ന മത്സ്യങ്ങൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നരകേശ ശൈവ, മനുഷ്യരുടെ തലമുടിയാകുന്ന ചളി, അതുമാതിരി ധനു തരംഗ ആയുധ ഗുൽമ സങ്കുല, വില്ലാകുന്ന തിരമാലകൾ, ആയുധങ്ങളാകുന്ന പൊന്തകൾ, ഇങ്ങനെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അച്ചൂരിക ആവർത്ത ഭയാനക പരിചകളാകുന്ന ചുഴികൾ, ഇങ്ങനെ ഭീകരമായതും അങ്ങനെയാണ് അവർക്ക് ധരിച്ചുള്ള വിലപ്പിടിച്ച ആഭരണങ്ങൾ, രത്നങ്ങളൊക്കെ അടിച്ചുള്ള കല്ലുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ചരല്, ഇത് ഇങ്ങനെ അതാണ് നദിയിലുള്ള കല്ലും ചരലും ഒക്കെ അവരൊക്കെ ആഭരണങ്ങളുള്ള രത്നങ്ങളാണ്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ജലജന്തുക്കളും ആ പുഴയിൽ എന്തൊക്കെ ഉണ്ട് അതിനെയൊക്കെ ഉപമിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുള്ളവരുടെ ഓരോ അംഗങ്ങളെയും അവയവങ്ങളെയും ആഭരണങ്ങളെയൊക്കെ പറ്റി പറയുകയാണ്. പിന്നെയോ പ്രവർത്തിത ഭീരുവയാവഹാമൃതേ മനസ്വിനം ഹർഷകരീ പരസ്പരം വിനിഗ്ധദാരീൻ മുസലേന ദുർമദൻ സംഘർഷണേനാപരിമേയ തേജസ. ഇങ്ങനെയുള്ള പ്രവർത്തിത ഭീരുഭയാവഹാഭൃതേ മനസ്വിനാം ഹർഷകരീ പരസ്പരം. എങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ നേരത്തെ ഈ നദികളൊക്കെ എങ്ങനെയായിരുന്നു? സമുദ്രം സാധാരണ നദികളൊക്കെ ചെന്നിട്ട് സമുദ്രത്തിൽ ചെന്ന് ചെയ്യുക. എന്നാലോ ഇവിടെ ഈ ജരാസന്ധൻ്റെ ആ സേനയാകുന്ന സമുദ്രം ഇങ്ങനെ പല രക്തപ്പുഴകളായിട്ട് അങ്ങനെ ചിന്നിച്ചെതറിയിട്ട് അങ്ങനെ പരന്നൊഴുകി സമുദ്രം നശിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ നദികളുടെ വിവരണമാണ് അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങൾ പറഞ്ഞത്. ഇതിലെങ്ങനെയാണ് ഈ ബലരാമൻ്റെ കേമത്വം വിനിഗ്നതാരീൻ, അതായത് മനസ്സിനാം ഹർഷകരി പരസ്പരം. സാധാരണ പേടിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ യുദ്ധം കണ്ട അവർ പേടിച്ചു പോന്നാലോ, മനസ്സിലുള്ള ശൂരന്മാർക്ക് അന്യോന്യം സന്തോഷം ജനിപ്പിക്കുന്നതായിട്ടുള്ള ആ രക്തപ്പുഴകളുടെ ഒഴുക്ക് കാണുമ്പോൾ ശൂരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ആ യുദ്ധദുർമതം അങ്ങനെ കൂടുക ചെയ്യുക. അങ്ങനെയുള്ള യുദ്ധത്തിൽ തൻ്റെ ശത്രുക്കളെ ഇങ്ങനെ വധിച്ചുകൊണ്ട് തന്നെ മുസലം കൊണ്ട് അങ്ങനെ വധിച്ചുകൊണ്ട് അപരിമേയ തേജസ്സായിട്ടുള്ള ആ സംഘർഷണം അങ്ങനെ മുന്നോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയോ ബലം തദങ്കർണവദുർഗവൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോർവിക്രീഡിതം തജ്ജഗദീശയോപരം. ഇതെല്ലാം എങ്ങനെയാണ്? വിക്രീഡിതം തജ്ജഗദീശയോപരം. ആ വസുദേവപുത്രന്മാരെങ്ങനെയാണ് ജഗത്തിൻ്റെ ഈശ്വരന്മാരായിട്ടുള്ള അവർക്ക് ഇതെല്ലാം ഒരു ലീല മാത്രമാണ്. എന്ത്? മഗധേന്ദ്രപാലിതം അർണവദുർഗവൈ, സമുദ്രം പോലെ അപ്രാപ്യവും ഭയങ്കരമായിട്ടുള്ള ആ മഗധരാജ സൈന്യത്തിനെ അതെങ്ങനെയാണ്? ദുരന്തപാരം, ആഴവും ഉള്ളതാണ്, മറുകര കാണാത്തായിട്ടുള്ള അതിനെ ആ ബലത്തിനെ മുഴുവൻ ക്ഷയം പ്രണീതം, വളരെ നിഷ്പ്രയാസം നാശത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അത്ര സമാത്ഭുതം എങ്ങനെ ഒരു ലീലയായിട്ട് രാമകൃഷ്ണന്മാർ അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണ്. സ്ഥിത്യുദ്ഭവന്തം ഭുവനത്രയസ്യ സമീഹരേ അനന്തഗുണസ്വലീലയാ നസ്യ ചിത്രം പരപക്ഷ നിഗ്രഹ തഥാപി മർത്യാനുവിധസ്യ വർണ്യതേ. ഭുവനത്രയസ്യ സ്ഥിത്യുദ്ഭവാന്തം, അതായത് ഈ 3 ലോകങ്ങളുടെയും സ്ഥിതി, ഉത്ഭവാന്തം, നിലനിൽപ്പ്, ഉൽപ്പത്തി, നാശം, ഇതൊക്കെ ആരാണോ
തൻ്റെ ഒരു ലീലയാൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള അനന്ത ഗുണ അണവറ്റ ഗുണശാലിയായുള്ള യാതൊരാൾ സമീകതയെ നടത്തുന്നു. ആ അദ്ദേഹത്തിന് പരപക്ഷ നിഗ്രഹം, ഈ ശത്രുപക്ഷത്തുള്ളവരുടെ നിഗ്രഹം എന്ന ചിത്രം ഒട്ടും ആശ്ചര്യകരമല്ല എന്ന് പറയുന്നത്. തഥാവി അപ്രകാരമൊക്കെ ആണെങ്കിലും മർത്യാനുവിധസ് മനുഷ്യരെ അനുകരിച്ചതായതുകൊണ്ട് ഇവിടെയൊക്കെ വർണ്ണിക്കാൻ തോന്നുന്നു. കാരണം ഭഗവാനൊക്കെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും പക്ഷേ ഈ മനുഷ്യാവതാരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ലീലയായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു രംഗത്തിൽ ഇങ്ങനെ കാണുന്നതില്ലേ, രംഗത്തിൽ രണ്ട് നടന്മാർ ചെയ്യുന്നമാതിരി കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാനും അത് വർണ്ണിക്കാനും ഒരു വഹണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ എന്നാണ്. ജഗ്രാഹവിരതം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹമിവ ഊജസാ. ഹതാനീകാവശിഷ്ടാസും നിഗ്രഹിക്കപ്പെട്ട സൈന്യത്തോടും കുറച്ച് ജീവൻ ബാക്കിയുള്ളവനുമായിട്ടുള്ള ആ ജരാസന്ധനെ വിരഥം രഥഹീനനായിട്ട് ആക്കിയിട്ട് മഹാബലം അതിബലവാനായുള്ള ജരാസന്ധനെ സിംഹം ഇവ ഒരു സിംഹം മറ്റൊരു സിംഹത്തെ എന്ന പോലെ രാമ ഓജസാ ജഗ്രാഹ ബലരാമൻ ഊക്കോടെ കടന്നു പിടിച്ചു. ബദ്യമാനം ഹതാരാദിം പാശൈർവാരുണമാനുഷൈ വരയാമാസ ഗോവിന്ദ സ്തേനകായീർഷയാ. എന്നിട്ടോ ഹതാരാദിം കൊല്ലപ്പെട്ട ശത്രുക്കളോട് കൂടിയവനും വാരണമാനുഷൈ പാശൈ വരുണവാസങ്ങളാലും മനുഷ്യനിർമ്മിതങ്ങളായ കയറുകളാലും ബദ്ധ്യമാനം ഇങ്ങനെ ജരാസന്ധൻ രാമനാൽ ബന്ധിക്കപ്പെടുന്നതിനായി കണ്ടിട്ട് ഗോവിന്ദ ഭഗവാൻ ശ്രീകൃഷ്ണൻ തേന കാര്യജിഗീഷയ ഇവനെ കൊണ്ട് ഇനിയും കാര്യം നടത്തണം എന്നുള്ള വിചാരം കൊണ്ട് അദ്ദേഹത്തിനെ നിവാരണം വാരയാമാസ അതായത് തടഞ്ഞു. ബലരാമനോട് പറഞ്ഞു, ഏട്ടാ ഇവനിപ്പോ കൊല്ലണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടോ അവനെ വെറുതെ വിടുകയാണ് നല്ലത്. കാരണം നമുക്ക് ഇനിയും ഇവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നേടാണ്ട് എന്നുള്ള ഭാവത്തില് സമുക്തോ ലോകനാഥാഭ്യം വ്രീഡിതോ വീരസമ്മത തപസേ കൃതസങ്കൽപ്പോ വാരിത പരിരാജവി വാക്യൈ പവിത്രാർത്ഥപദൈർ നയനൈ പ്രാകൃതൈരവി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുവിസ്തേ പരാഭവ. അങ്ങനെ വീരസമ്മത വീരന്മാർക്ക് സമ്മതനായിട്ടുള്ള ആ ജരാസന്ധൻ ലോകനാഥാഭ്യാം മുക്ത ഇങ്ങനെ ലോകനാഥന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരാൽ വിട്ടയക്കപ്പെട്ടവനായിട്ട് വ്രീഡിത ലജ്ജിതനായിട്ട് തപസേ കൃതസങ്കല്പ ഇനി മതി, രാജ്യഭാരമൊക്കെ മതി, യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട, കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യാന്ന് കൃതസങ്കല്പം തീരുമാനിച്ച് പുറപ്പെട്ടു. എങ്കിലും പതി രാജവി വഴുക്കി വെച്ച മറ്റുള്ള ബന്ധുരാജാക്കന്മാരാൽ പവിത്രാർത്ഥപദൈ നയനൈ വളരെ വിശുദ്ധാശയങ്ങളായിട്ടുള്ള വാക്കുകളാലും നയപൂർവമായിട്ടുള്ള സമീപനത്താലും യദുവി തേ പറയും യാദവന്മാരാൽ അങ്ങയ്ക്കുണ്ടായിട്ടുള്ള പരാജയം ഇങ്ങനെയാണ് സ്വകർമ്മബന്ധപ്രദം നമ്മുടെ ഒരു കർമ്മവശാൽ വന്നു പെട്ടതാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പ്രാകൃതൈ വാക്യയവി ലൗകികങ്ങളായിട്ടുള്ള വാക്യങ്ങളാലും സമാശ്വസിപ്പിച്ച് വാരിത അദ്ദേഹത്തിനെ ആ തപസ്സെന്നൊക്കെ തടഞ്ഞിട്ട് വീണ്ടും തൻ്റെ രാജധാനിയിലേക്ക് മറ്റു രാജാക്കന്മാരെല്ലാവരും കൂട്ടിക്കൊണ്ട് വന്നു. സാരമില്ല, പേടിക്കേണ്ട, ഒരു പരാജയം വന്നു എന്നല്ലേ ഉള്ളൂ, നമുക്ക് വീണ്ടും ശക്തി കൂട്ടിയിട്ട് ഈ യദുക്കളെ വീണ്ടും തോൽപ്പിക്കാൻ ഞങ്ങളൊക്കെ കൂടണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിച്ച് യുദ്ധത്തിൽ ജയവും പരാജയമൊക്കെ സാധാരണയല്ലേ, അതിലൊന്നും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൗകിക വാക്യങ്ങളൊക്കെ പലതും പറഞ്ഞ് ആ തപസ്സിൽ നിന്നുള്ള നിശ്ചയത്തിൽ നിന്ന് അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചു. അതേഷു സർവാനീകേഷു നൃപോ ഭാരതസ്ഥത ഉപേക്ഷിതോ ഭഗവതാ മഗധൻ ദുർമനായയോ മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലർണവ വിഗീയമാണ കുസുമേരു ധൃതശൈരനുമോദിത മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മവി ഉപഗീയമാന വിജയ സൂതമാഗതവന്ദിഭി. ഇങ്ങനെ തങ്ങളുടെ സൈന്യങ്ങളൊക്കെ പാടെ നയിച്ച സമയത്ത് ഭഗവാനെ ഉപേക്ഷിക്കപ്പെട്ടുള്ള ജരാസന്ധൻ തിരിഞ്ഞു നോക്കാണ്ട് എന്ത് ചെയ്തു, മനസ്സിൽ നിന്നൊക്കെയാണ് നേറിക്കൊണ്ട് തൻ്റെ മഗധരാജ്യത്തിലേക്ക് അങ്ങോട്ട് മനതായിട്ട് തിരിച്ചുപോയി. സൈന്യത്തിന് യാതൊരു ക്ഷതവും ഏൽക്കാണ്ട് ശത്രു സൈന്യമാകുന്ന സമുദ്രത്തേക്ക് നിഷ്പ്രയാസം തരണം ചെയ്ത ഭഗവാൻ
മതിലേക്ക് മടങ്ങി. സന്തുഷ്ടന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും വഴിനീളം അങ്ങനെ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. യാതൊരു ഉപദ്രവവും പറ്റാണ്ട് ആ മധുരാവാസികളും ആ ഭഗവാനെയും ബലരാമനെയും പുഷ്പവൃഷ്ടി ചെയ്ത് സ്വീകരിച്ചു. സൂതന്മാര്, മാഗധന്മാര്, വന്ദികള്, അങ്ങനെ അശ്രുതിപാഠവർഗങ്ങൾ അവരെല്ലാവരും ഭഗവാന്റെ വിജയം പ്രശംസിച്ചുകൊണ്ട് അങ്ങനെ പല ഗാനങ്ങളും പാടിക്കൊണ്ട് ആ കൂടെ അനുഗമിച്ചു. ശംഖദുന്ദുഭയോ നേതുർ ദേവീതൂര്യാണ്യനേകശ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്രമാർഗം ദൃഷ്ടജനം പതാകാഭിരലങ്കൃതം നിർക്കുഷ്ടം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണം. ഇങ്ങനെ പുരം പ്രവിശതി പ്രഭൗ, ആ പ്രഭുക്കളായിട്ടുള്ള രാമകൃഷ്ണന്മാർ ആ മധുരാപുരിക്കാൻ വരുന്ന സമയത്ത് വഴിനീളെ ശംഖവാദ്യങ്ങളെ മുഴങ്ങി ദുന്ദുബി, തേരി, തൂര്യം ഇങ്ങനെയുള്ള വാദ്യവിശേഷങ്ങളൊക്കെ ഘോഷിക്കപ്പെട്ടു. ആ വേണു, വീണ, മൃദംഗം ഇങ്ങനെയുള്ള വാദ്യങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ആ കൊടിക്കൂറകളങ്ങനെ അലങ്കരിച്ചിട്ടുള്ള ആ മാർഗത്തിൽ കൂടെ അങ്ങനെ വൃത്തിയാക്കിയിട്ടുള്ള രാജവീതിയിലൂടെ അങ്ങനെ ആനന്ദഭരിതരായിട്ട് ആ നഗരവാസികളുടെയൊപ്പം ആ സമയത്ത് ബ്രാഹ്മണരുടെ വേദോച്ചാരണമൊക്കെ അങ്ങനെ മുഴക്കുന്നുണ്ട്. അതിൽ അവരാൽ ആദരിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ യാത്രയായി. നിജീയമാനോ നാരീഭിർ മാല്യദധ്യക്ഷതാങ്കുരൈ നിരീക്ഷ്യമാണസ സ്നേഹം പ്രീത്യുത്കലിതലോചനൈ ആയോധനഗതം വിത്തമനന്തം വീരഭൂഷണം യദുരാജായ തൽ സർവമാഹൃതം പ്രാതിശൽ പ്രഭു. അങ്ങനെ വഴിനീളെ സ്ത്രീജനങ്ങളുണ്ടല്ലോ, മാലകള്, തൈര്, അക്ഷതം മുളപ്പിച്ചുള്ള നവധാന്യം ഇതൊക്കെ ഭഗവാന്റെ ബലരാമൻ്റെ ശിരസിൽ അങ്ങനെ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ആദരിച്ചു. അവരുടെ ആ നോട്ടങ്ങളാൽ നോക്കൊണ്ട് തിരിച്ച് തൻ്റെ തൃക്കൺ പാർത്തുകൊണ്ട് ആ ഭഗവാൻ ആ അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആ യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുക്കളുടെ അളവറ്റ ധനവും ഭടന്മാരുടെയൊക്കെ അതിലെ ആഭരണങ്ങൾ, കോപ്പുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എടുത്തിരുന്നു. അതൊക്കെ എടുത്തിട്ട് രാജാവായുള്ള ഉഗ്രസേനന് തിരുമുൾക്കാഴ്ചയായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഏവം സപ്തദൃശകൃത്വ സ്ഥാവത്യക്ഷൗഹിണീർബല യുയുധേ മാഗധോ രാജാ യദുഭി കൃഷ്ണപാലിതൈ അക്ഷിണ്വം തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ അതേഷു സ്വിഷ്വനീകേഷു ത്യക്തോ യാദരിവെന്നൃവാ. ഇങ്ങനെ പറയാണ്. ഇതേ പ്രകാരം 17 തവണ ജരാസന്ധൻ സപ്തദശകൃത്വ താവത്യക്ഷൗഹിണി ബല, ആ അത്രയും എത്ര ഓരോ തവണയും 23 അക്ഷൗഹിണി വീതം സൈന്യത്തോടു കൂടി വന്നിട്ട് ഈ ജരാസന്ധൻ ആ രാമകൃഷ്ണന്മാരോട് എതിരൊറ്റെന്ന് പറയുകയാണ്. യാദവന്മാരായിട്ട് യുദ്ധം ചെയ്തു. എന്നിട്ടോ ആ ഭഗവാൻ തൻ്റെ തേജോവൈഭവം കൊണ്ട് യാദവന്മാരോട് കൂടിയിട്ട് ഈ ജരാസന്ധൻ്റെ സൈന്യത്തെ ഓരോ തവണയും മുഴുവൻ ഇതിലെ വകവരുത്തി. എന്നിട്ടോ ആ ജരാസന്ധനെ ഇതേമാതിരി വധിക്കാണ്ട് തിരിച്ചു വിടും ചെയ്യും. ഇങ്ങനെ ഈ യാദവന്മാരെ നശിപ്പിച്ചിട്ട് വിട്ടയക്കപ്പെട്ട ജരാസന്ധൻ ഓരോ തവണയും തിരിച്ചു മടങ്ങി പോവുകയും ചെയ്യും. അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തര നാരദ പ്രേഷിതോ വീരോ യവന പ്രത്യദൃശ്യത. ഇനി ഈ 18ാമത്തെ തവണ വീണ്ടും ജരാസന്ധൻ ഇത്രയും സൈന്യത്തോടുകൂടി വട്ടം കൂട്ടി വരുന്ന സമയത്ത് എന്താണ് നാരദ പ്രേഷിതോ വീരോ യവന പ്രത്യദൃശ്യത. വേറൊരു ശത്രു, ഈ യാദവന്മാരുടെ ശത്രു അവിടെ വന്നു പെട്ടു എന്ന് പറഞ്ഞാൽ യവനൻ എന്നാണ് അയാളുടെ പേര്. കാലയവനൻ തന്നെ പറയും. കാരണം കാലനെ പോലെ അന്തകനെ പോലെ ഭീകരനായിരുന്നു. അതുകൊണ്ട് കാലയവനൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവനെ ആരാണ് അവിടെ അയച്ചു വിട്ടിരിക്കണത്? നാരദ മഹർഷിയാണ്. അങ്ങനെയുള്ള കാലയവനൻ അസംഖ്യം സൈന്യത്തോടു കൂടിയിട്ടാണ് അവിടെ വന്നത്. എങ്ങനെയാണ്? രുരോധ മധുരാമേത്യ തിസൃഭിർ മ്ലേച്ഛകോടിഭി നിലോകേ ചപ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാത്മസംവിദൻ. ഈ മനുഷ്യലോകത്തില് എതിരാളിയായിട്ട് ആരും ഇല്ല ഈ യവനൻ. അതാണ് അപ്രതിദ്വന്ദ്വ. അങ്ങനെയുള്ള ആ യവനനോട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയൊന്നല്ല കേട്ടോ, ഒരു കൂട്ടരുണ്ട്, അതാണ് വൃഷ്ണീച്ച ആത്മസംവിധാൻ ശ്രുത്വ. ഈ യാദവര് മാത്രമാണ് തനിക്ക് തുല്യന്മാരായിട്ടുണ്ട് എന്ന് കേട്ടറിഞ്ഞിട്ട് ഈ യവനം വരികയാണ് അവിടെ. എങ്ങനെ? തിസൃഭി മ്ലേച്ഛ കോടിഭി, ആ 3 കോടി തൻ്റെ മ്ലേച്ഛ സൈന്യങ്ങളോട് കൂടിയിട്ടാണ് മധുരാം ഏത്യരുരോധ മധുരയെ വന്ന് അങ്ങോട്ട് വളഞ്ഞത്. 3 കോടി. കാലയവനൻ എന്ന് പറഞ്ഞില്ലേ, നാരദ മഹർഷി ചോദിച്ചിട്ടാണ് പറഞ്ഞില്ലേ. ഈ കാലയവനെ പറ്റി വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഗർഗ മഹർഷിയുടെ കുടുംബത്തിൽപ്പെട്ട
ഒരു മഹർഷിയെ ഈ യാദവന്മാരെ സദസ്സിൽ വെച്ചിട്ട് ആ മഹർഷിയുടെ ശ്യാലൻ എന്തോ കളിയാക്കി, ഈ ഒരു ഷണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കി എന്നാണ്. ആ ദേഷ്യം കൊണ്ട് അപ്പോൾ യാദവന്മാരെല്ലാവരും പൊട്ടിച്ചിരിച്ചു ഉത്തരം ഇത് കേട്ടിട്ട്. അപ്പം ആ മഹർഷി വേഗം ചെന്നിട്ട് ആ നർമ്മദാ നദിയിലെ സമയത്ത് ചെന്നിട്ട് അവിടെ ഇങ്ങോട്ട് തപസ് ചെയ്തു പരമേശ്വരനെ. എന്തായിരുന്നു ആഗ്രഹം? ഈ യാദവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തനായിട്ടൊരു പുത്രൻ എനിക്കുണ്ടാവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് തപസ് ചെയ്ത്. പരമേശ്വരൻ്റെ അനുഗ്രഹപ്രകാരം ആ മഹർഷി എന്ത് ചെയ്തു? ഈ യവനരാജാവിൻ്റെ പത്നിയിൽ ആ യവനരാജാവിന് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയിൽ ഈ മഹർഷി ഒരു പുത്രനെ ഉത്പാദിപ്പിച്ചു. ആ പുത്രനാണ് ഈ കാലയവനൻ. ബലവാനായിട്ടുള്ള ഈ കാലയവനാണ് നാരദ മഹർഷിയോട് ചോദിച്ചത് തനിക്ക് തുല്യനായിട്ട് ആരാണെന്നത്. അപ്പം നാരദ മഹർഷി അവൻ്റെ നാശം വേണം, കഴിയും വേഗം വേണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ യാദവന്മാരെ കാണിച്ചു കൊടുത്തത്. കാരണം ഇവിടെ വന്നാൽ ഭഗവാൻ നിഷ്പ്രയാസം അവനെ വധിക്കും തന്നെ. അപ്പോൾ അവന് മോക്ഷവും കിട്ടും, അവൻ്റെ നാശമായി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള തം ദൃഷ്ട്വാ ചിന്തയൽ കൃഷ്ണ സംഘർഷണ സഹായവൻ അഹോ യദൂനം മൃദിനം പ്രാപ്തം ഹ്യുഭയതോ മഹൽ. ഇങ്ങനെ രണ്ട് വശത്തുനിന്നും ഇങ്ങനെ വൃജിനം എത്തിച്ചേർന്നുവല്ലോ, വിപത്ത് വന്നുവല്ലോ, മഹത്തായിട്ട് വന്നു ചിന്തിച്ചിട്ട് സംഘർഷണ ബലരാമന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ ആ കാലയവനെ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു എന്ന് പറയുകയാണ്. എന്താ ഈ രണ്ട് ദിക്കുന്നു വന്നല്ല ഇവരെ എങ്ങനെയാണ് ഇപ്പൊ രക്ഷിക്കേണ്ടതെന്ന്. യവനോയം നിരുന്ദേസ്മാൻ അദ്യതാവൻ മഹാബല മാഗതോപ്യദ്യവാശ്വോവാ പരശ്വോവാഗമിഷ്യതി. മഹാബല അയം യവന ആദ്യ താവൽ അസ്മാൻ നിരുന്ത. ഇന്നിപ്പോൾ ഈ ദുഷ്ടനായിട്ടുള്ള യവനൻ, മഹാശക്തിമാനായിട്ടുള്ള യവനൻ നമ്മളെ നിരോധിച്ചിരിക്കുന്നു. അദ്യവാ ശ്വവ, ഇന്നോ നാളെയോ, അല്ലെങ്കിൽ പരശ്വവ മറ്റന്നാളോ, മാഗത അഗമിഷ്യതി, ജരാസന്ധനും തൻ്റെ സൈന്യത്തോടു കൂടി വരും. ആവയോർ യുദ്ധതോരസ്യ യദ്യാഗന്ധാ ജരാസുത ബന്ധുൻ വദിഷ്യത്യഥവാ നിഷ്യതേ സ്വപുരം ബലി. ആവയോ അസ്യ യുദ്ധതോ, നമ്മൾ രണ്ടുപേരും ഇവനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ, ഇവൻ എന്ന് പറഞ്ഞാൽ ഈ കാലയവനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ, ബലി ജരാസുത ബലവാനായുള്ള ജരാസന്ധൻ യതി ആഗന്ത വരികയാണെങ്കിൽ ബന്ധുവിൻ നമ്മുടെ ബന്ധുക്കളെയൊക്കെ വധിക്കുക അവൻ തീർച്ചയാണ്. അഥവാ അല്ലെങ്കിലോ സ്വപുരം അവരെയൊക്കെ ബന്ധനസ്ഥരാക്കിയിട്ട് തൻ്റെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നും വരാം. ഇതി തസ്മാൽ അദ്യവിധാസ്യാമോ ദുർഗം ദ്യുപദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. അതുകൊണ്ട് എന്ത് ചെയ്യണപ്പോ? ദ്യുപദുർഗമം ദുർഗം ആദ്യ വിധാസ്യാമ. ഇപ്പോൾ മനുഷ്യർക്കാർക്കും അത്ര എളുപ്പത്തിൽ വരാനാവാത്തൊരു രക്ഷാസങ്കേതം, അതാണ് ദുർഗമം ദുർഗം. ആദ്യ ഇന്ന് തന്നെ സംവിധാനം ചെയ്യണം. തത്ര അവിടെ സ്നാതി നമ്മുടെ ഈ ബന്ധുക്കളെയൊക്കെ സമാധാനം അവിടെ പാർപ്പിച്ച ശേഷം യവനം ഘാത, അതിനുശേഷേ ഈ യവനെ നേരിട്ട് അവനെ കൊല്ലാൻ പറ്റൂ എന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃസമുദ്രേ നഗരം കൃഷ്ണാത്ഭുതമചീകരൽ. ഭഗവാൻ ഇതി സമ്മന്ത്രി, ആ ഭഗവാൻ തന്നെ വാക്കുകളാണ്. ആ ഭഗവാൻ എന്തിനും കഴിവുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇതി സമ്മന്ത്ര്യ ഇപ്രകാരം ആലോചിച്ചുറച്ച ശേഷം അന്തഃസമുദ്രേ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ദുർഗം, അതിനുള്ളിൽ അതികേയമായിട്ടുള്ള ഒരു ദുർഗം നിയമിച്ചു. എങ്ങനെയാണ്? ദ്വാദശയോജനം 12 യോജന വിസ്തീർണമുള്ള, അതായത് 12 യോജന നീളം, 12 യോജന വീതി, അങ്ങനെയുള്ള ഒരു സമുദ്രം നിനക്ക് അത്ര വലിയൊരു കോട്ടയാണ് ഉണ്ടാക്കിയത്. അതിൽ ഇങ്ങനെ 12 ഒരു യോജന എന്ന് പറഞ്ഞാൽ കഷ്ടി 4 നാഴിക വരുന്നതാണ് പറയുക. അപ്പോൾ 12 4 48 നാഴിക നീളവും 48 നാഴിക വീതിയുള്ള ഒരു വലിയൊരു ദുർഗമാണ് ഉണ്ടാക്കിയത് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ. അത് എങ്ങനെയാണ്? കൃഷ്ണ അത്ഭുത സർവ ആശ്ചര്യമായിട്ടൊരു നഗരമാണ് അവിടെ ഉണ്ടാക്കിച്ചതെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രത്യാചത്വരവീഥീഭിർ യഥാ വാസ്തു വിനിർമ്മിതം.
സമുദ്രത്തിന് നറുക്കുണ്ടാക്കിയിട്ടുള്ള ആ പുരി, ദ്വാരകാപുരി ഉണ്ടല്ലോ, എത്ര വിശിഷ്ടമായിട്ടെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ത്വാഷ്ട്രം വിജ്ഞാനം ശില്പ നൈപുണം. അതായത് ത്വാഷ്ട്രം എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവൻ്റെ, അതായത് വിശ്വകർമാവിൻ്റെ ശാസ്ത്രവിജ്ഞാനവും ശില്പകലയുടെ ആ പ്രയോഗ കൗശലവും എല്ലാം ഒത്തുചേർന്നുള്ളതാണ്. ആ ശില്പജാതിരി മുഴുവൻ ചേർന്നുള്ളതാണ്. രഥ്യാ ചത്വരവീതി രാജവീതികൾ, നാൽക്കവലകൾ, നടവഴികളൊക്കെ ചേർന്നുള്ള നിർമ്മാണ സ്ഥാനത്തിന് പിഴവ് വരാതില്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. വേണ്ട വാസ്തു നോക്കിയുള്ള അത് മാതിരിയല്ല ചേർന്നുള്ള വീടുകളൊക്കെ അതിനെ കാണുമ്പോണ്ടാകും. ഈ ദുർഗം മാത്രമല്ല, ദുർഗത്തിൻ്റെ അകത്തെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു നഗരവും പണിയിച്ചു എന്നാണ് പറയുന്നത്. ആ വിശ്വശില്പി, അതാണ് ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിൻ്റെ ആ ശില്പശാസ്ത്രം മുഴുവൻ ഉള്ളത് ആണ് അവിടെ ആ നഗരം. ആ വിശ്വകർമാവിൻ്റെ പേരാണ് ത്വഷ്ടാവ്, അതുകൊണ്ടാണ് ത്വാഷ്ട്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ബൃഹസ്പതിയുടെ സഹോദരിയായിട്ടുള്ള വരസ്ത്രീയാണ് ഈ വസുക്കളിൽ പ്രഭാസൻ്റെ പത്നി. അവരുടെ ഈ പ്രഭാസൻ്റെയും അതുമാതിരി ഈ വരസ്ത്രീയുടെയും പുത്രനാണ് വിശ്വകർമാവ്. ആ വിശ്വകർമാവ് നിർമ്മിച്ചുള്ള ഈ പുരിയുടെ പേരാണ് ദ്വാരക. അവിടെ ആദ്യകാലത്ത് കുശസ്ഥലി എന്നായിരുന്നു പേര്. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർ ദിവിസ്പൃഗ്ഭി സ്ഫാണികാട്ടാളഗോപുരൈ രാജതാരകുടൈ കോഷ്ടൈ ഹേമകുംഭൈരലങ്കൃതൈ രത്നകൂടൈർഗൃഹൈർഹൈർമൈർ മഹാമരകഥസ്ഥലൈ വാസ്തോഷ്പദീനാം ച ഗൃഹൈർ വലഭീലിശ്ച നിർമ്മിതം ചാതുവർണ്യജനാകീർണം ഏതു ദേവഗൃഹോല്ലസൽ. ആ നഗരത്തിൽ എങ്ങനെയാ വെച്ചാൽ പുറന്തോട്ടങ്ങളുണ്ട്, അതുമാതിരി വീട്ടുമുറ്റങ്ങളിലും ധാരാളം ഉദ്യാനങ്ങളുണ്ട്. അതിലൊക്കെ എങ്ങനെ വെച്ചാൽ ദേവവൃക്ഷങ്ങൾ, അതിലങ്ങനെ ധാരാളം വള്ളികൾ അങ്ങനെ ചുറ്റിപ്പറന്ന് ഇരിക്കുന്നുണ്ട്. മനോഹരമായിട്ട് പിന്നെ സ്ഫടിക നിർമ്മിതങ്ങളായിട്ടുള്ള ആകാശമുട്ട നിൽക്കുന്നുള്ള വൻ മേടകളുണ്ട്. അതിന് ആ ഗോപുരങ്ങളിലേക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്വർണം കൊണ്ടുള്ള താഴികക്കുടങ്ങളാണ്. കുതിരപ്പന്തി, ആനപ്പന്തി അത് മുതലായൊക്കെ എല്ലാം വെള്ളി പിച്ചളയൊക്കെ കൊണ്ട് നിർമ്മിച്ചുള്ളതാണ്. അതുമാതിരി സ്വർണ്ണ താഴികക്കുടങ്ങളാണ് അവയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ വീടുകളും ഇങ്ങനെ രത്നം കതിച്ചുള്ള മേൽക്കൂരകളാണ്. പിന്നെയോ നിലങ്ങളൊക്കെ അങ്ങനെ നല്ല മഹാമരതകം പതിച്ചുള്ള നല്ല പച്ച നിറത്തിലാണ്. അതുമാതിരി ഈ വാസ്തുശില്പി അത് വളരെ ഉള്ളതുകൊണ്ട് വാസ്തുദേവകൾക്കുള്ള ദേവാലയങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി ചന്ദ്രശാല അങ്ങനെയുള്ള പല ഇതിലുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ദ്വാരകാപുരിയിൽ ഓരോ വർണ്ണത്തിലും പെട്ട ആൾക്കാർക്ക് പ്രത്യേകം വസിക്കാനുള്ള വാസസ്ഥാനങ്ങളൊക്കെയാണ് നിർമ്മിച്ചിട്ടുണ്ട് പറയുകയാണ്. യാദവ പ്രമുഖന്മാരായിട്ടുള്ള ഉഗ്രസേനാദികൾക്ക് അവർക്ക് അർഹിക്കുന്ന വിധത്തിലുള്ള കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ട്. സുധർമ്മം പാരിജാതം ച മഹേന്ദ്ര പ്രായണോ ധരേ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർനയുജ്യതേ. ഇങ്ങനെ ഈ രാജധാനി ഇവിടെ ഭഗവാൻ നിർമ്മിച്ചപ്പോഴേക്കും സ്വർഗ്ഗലോകത്തിലുള്ള ദേവന്മാരെല്ലാവരും ഉണ്ടല്ലോ, അവർ ഓരോരുത്തരായിട്ട് ആ രാജധാനിയിലേക്ക് വേണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ കാഴ്ചകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒരിടത്ത് ഇങ്ങനെ സുധർമ്മം എന്നുള്ള ആ സഭ ഉണ്ടല്ലോ, അതുമാതിരി പാരിജാതം എന്നുള്ള ആ വൃക്ഷത്തെയും ആ ഭഗവാൻ ശ്രീഹരിക്കായിട്ട് അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്ന് പറയുകയാണ്. ആ സുധർമ്മയുടെ കേമത്തെന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്ന മനുഷ്യർക്ക് വിശപ്പ്, ദാഹം മുതലായിട്ടുള്ള ശരീരധർമ്മങ്ങളൊന്നും ബാധിക്കില്ല. അതാണ് സുധർമ്മയുടെ കേമത്വം. ആ സുധർമ്മ എന്നുള്ള ആ സഭ തന്നെ ഭഗവാന് കൊണ്ട് കൊടുത്തു. ശ്യാമൈകകർണൻ വരുണോ അയൻ ശുക്ലൻ മനോജവൻ അഷ്ടൗ നിധിപതി കോശൻ ലോകപാലോ നിജോദയൻ. നല്ല ശ്യാമൈക കറുത്ത നിറത്തോട് കൂടിയിട്ടുള്ള ഒറ്റ ചെവിയോട് കൂടിയിട്ടുള്ള മനോവേഗങ്ങളായിട്ടുള്ള വെളുത്ത കുതിരകളെ എങ്ങനെയാണ് വരുണൻ സമർപ്പിച്ചു എന്ന് പറയുകയാണ്. അനവധി കുതിരകളെ, അതുമാതിരി ലോകപാലനായിട്ടുള്ള വൈശ്രവണൻ ആ 8 തരത്തിലുള്ള നിധികളെ ഒക്കെ തൻ്റെ വിഭൂതികളാണ്, അതെല്ലാം ഭഗവാന് കൊടുത്തു. യദ്യൽ ഭഗവതാദത്തമാധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യപ്രയാമാസു ഹരൗഭൂമികതേ നൃപാ. ഇതെന്തേ വേണ്ടു പരീക്ഷത്തെ, ഇതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പറയാണ്. കാരണം യൽ ആധിപത്യം ഭഗവതാദത്തം, ഈ ദേവന്മാരെല്ലാവർക്കും എങ്ങനെയാണ്, ദേവലോകത്തിലെ ഓരോ ആധിപത്യങ്ങൾ അവർക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്? ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ആ ഭഗവാനാൽ ദത്തമായിട്ടുള്ള. അതുകൊണ്ട് അവരെല്ലാവരും ഹരൗ ഭൂമികതേ, ആ ഭഗവാൻ തന്നെ ഭൂമിയിൽ അവതരിച്ച സമയത്ത് സ്വസിദ്ധയെ തങ്ങളുടെ ആധിപത്യം നിലനിന്ന് കിട്ടുന്നതിനായിട്ട് അതൊക്കെ തിരിച്ചു
കൊടുത്തു, മറ്റു ദേവന്മാരും ഭഗവാൻ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരി പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിത നിർജഗാമ പുരദ്വാരൽ പത്മമാലീ നിരായുധ. ആ ഹരി, അതിനുശേഷം ശ്രീഹരിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണ തൻ്റെ യോഗപ്രഭാവം കൊണ്ട് സർവജനങ്ങളെ, മധുരാപുരിയിലുള്ള എല്ലാവരെയും തത്ര നീത്വ, അവയെല്ലാവരെയും തൻ്റെ യോഗപ്രഭാവം കൊണ്ട് രാത്രിക്ക് രാത്രി ആ മധുരാപുരിയിൽ നിന്ന് ഈ ദ്വാരകാരി അവിടേക്കാണ് നയിച്ചു. എന്നിട്ടോ രാമേണ സമനുമന്ത്രിത, ബലരാമനോടുകൂടി വേണ്ട വിധ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത്, അതായത് അവരുടെ സംരക്ഷണത്തിനായിട്ട് ബലരാമനെ അവിടെ ഏർപ്പാടാക്കി. എന്നിട്ടോ പത്മമാലി, ഒരു താമരമാല മാത്രം ഇട്ടുകൊണ്ട് നിരായുധ, ആയുധമൊന്നും കയ്യിലെടുക്കാണ്ട് പുരദ്വാരാൽ നിർജഗാമ, ആ നഗരദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഏത് മധുരയിൽ, അവരെയൊക്കെ ദ്വാരകയിലേക്കാക്കിയിട്ട് ഭഗവാൻ മധുരയുടെ പുരദ്വാരിൽ നിന്നാണ് മെല്ലെ പുറപ്പെട്ടു പോയത്. ആ കാളിയവനന്റെ സൈന്യം അവിടെ പുറത്ത് കത്തിക്കണ്ടേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ പഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.